സ്തോത്രം. ചാക്കോച്ചായ, ചാക്കോച്ചായ, സമയം 4 മണിയായി. പ്രാർത്ഥിക്കാനുള്ള നേരമായി. ഉറങ്ങണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. എന്നാ ചെയ്യാനോ? എന്തൊരു ഉറക്കം ഇത്. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ സഹായിക്കണമേ. നിങ്ങളുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചാക്കോച്ചായ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എന്റെ ചാക്കോച്ചായ, ഇങ്ങനെയൊക്കെ ഇരുന്ന മതിയോ? ഇങ്ങനെ ഇരിക്കണോ? ഓ, എന്ത് പറഞ്ഞാലൊരു തമാശ. പിന്നെ സങ്കീർത്തനത്തിൽ എന്നതാ പറയുന്നേ? ദൈവമേ, നീ എന്റെ ദൈവം, ആദ്യകാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുമെന്നല്ലേ? എന്റെ മറിയാം, വല്ല 1/2 മണിക്കൂറും പ്രാർത്ഥിച്ചാ പോരെ. ഈ 2 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്ന ഇച്ചിരി കഷ്ടം തന്നെയാ. ചാക്കോച്ചായ, പാപം കൂടാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു രാപ്പകൽ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥന കഴിച്ചെങ്കിലേ നിവർന്ന് നിന്നാൽ ഒരു ശ്വാസം മാത്രമായിരിക്കുന്ന നമ്മളെ എത്രയധികം പ്രാർത്ഥിക്കണം. മാത്രമല്ല, കർത്താവ് പറഞ്ഞിരിക്കുന്നേ ഉണർന്നിരുന്നങ്ങ് പ്രാർത്ഥിക്കാനാ. ആ, അതൊക്കെ ശരിയാ. നീ പറഞ്ഞ കാര്യങ്ങൾ ശരിയില്ലാതൊന്നുമില്ല. അല്ല, ഇതാര്? നമ്മുടെ അയൽവാസി എൽദോയോ? എന്താ എൽദോ ഇത്ര രാവിലെ? പറയുന്നുണ്ടെന്നും വിചാരിക്കരുത്. ഇന്നലെ രാത്രി എന്തൊരു ബഹളമായിരുന്നു, കൊട്ടും പാട്ടും. മനുഷ്യർക്കാർക്കും കിടന്നുറങ്ങണ്ടായോ? ചേടാ, ഇതെന്തൊരു പുകില. അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ദൈവത്തിന് എന്താ ചെവി കേൾക്കത്തില്ലയോ? എൽദോയെ, ദൈവത്തിന് ചെവി കേൾക്കാഞ്ഞിട്ടല്ല, ക്രിക്കറ്റിൽ 6 അടിക്കുമ്പോ എന്തിനാ ആളുകൾ ഗാലറിയിൽ ഇരുന്നങ്ങ് തുള്ളുന്നേ? അതവരുടെ സന്തോഷം പ്രകടിപ്പിക്കാനാ. അങ്ങനെയാണെങ്കിലേ കർത്താവ് ഞങ്ങളെ നിത്യ നരകത്തിന്ന് വിടുവിച്ചു തോർത്താ എങ്ങനെ തുള്ളാതിരിക്കും? എനിക്ക് ആവശ്യത്തിന് ഭക്തിയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും രൂപത്തിന് മുമ്പിൽ മെഴുകുതി കത്തിച്ചു വെച്ചിട്ടാ ഞാനേ ജോലിക്ക് പോകുന്നു. എന്റെ എൽദോ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന് എൽദോന്റെ 2 രൂപയുടെ മെഴുതിരിയും 0 വാട്ടിന്റെ വെളിച്ചം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പോകുന്നു. ഇനി ഇത് ആവർത്തിച്ച നാട്ടുകാരായ ഞങ്ങള് വെറുതെ ഇരിക്കത്തില്ല. വയസ്സുകാലത്ത് കൊച്ചുമക്കളെ നോക്കി വല്ലയിടത്തും ഇരിക്കേണ്ടതിന് പകരം നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നു.
മനുഷ്യരെ വെറുതെ മെനക്കെടുത്താൻ. ഒരു പോക്ക് കണ്ടില്ലേ? 2 രൂപയുടെ മെഴുകുതിരിയും കത്തിച്ച് സ്വർഗത്തിൽ പോകാൻ അവന്റെ വിചാരം. ഇവൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. താവിന്റെ വരവില് ഇവനും കൈവിടപ്പെട്ടു പോകുമല്ലോ. മറിയാമോ, ദേ ഒരു വല്യമ്മ ഒരു യുവാവിന്റെ കൂടെ ഒളിച്ചോടിയെന്ന്. ഇത് ഞാൻ എന്നാ പറഞ്ഞ തമാശ? ദേ, ആത്മീയന്മാര് തമാശയൊന്നും പറയരുത് കേട്ടോ. ഇന്ന് നേരത്തെ ആലയത്തിൽ പോയിരുന്ന എനിക്ക് ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാ. നിങ്ങൾ അവിടെ പേപ്പറും വായിച്ചോണ്ടിരുന്നോ? ഹലോ ഹലോ, കേൾക്കാമോ? എബിച്ചേട്ടാ, ഞാനാ നിമ്മി. ചേട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇവിടെ കുവൈറ്റില് വെള്ളിയാഴ്ചയാ ആരാധന. പിന്നെ ഞായറാഴ്ച രാത്രി വീടുകളിലൊക്കെ പ്രയർ ഉണ്ട്. എടി, ഇപ്പോ 4 മാസമായി ഞാനിവിടെ കുവൈറ്റിൽ വന്നിട്ട്. എത്ര സ്ഥലത്ത് ഞാൻ ജോലിക്ക് അപേക്ഷ കൊടുത്തു, എത്ര ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് മാത്രം ഒരു ജോലിയില്ല. ആകപ്പാടെ ഒരു നിരാശ. പഠിച്ചതെല്ലാം വെറുതെ ആയോ എന്നൊരു തോന്നൽ. ഒന്നിനും ഒരു മൂഡ് തോന്നണില്ല. ചേട്ടാ, ദൈവം എല്ലാം നന്മയ്ക്കേ ചെയ്യും. ജോലിയില്ലാത്ത നന്മയ്ക്കാണെന്നോ? നീ എന്നതാ ഈ പറയണേ? ജീവിക്കണമെങ്കിൽ ഒരു ജോലി വേണ്ടേ? ഞാൻ ഇനി പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല. എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് മടുത്തു. ചേട്ടന് ദൈവത്തോട് അത്രേ ഉള്ളൂ സ്നേഹം? സ്നേഹമൊക്കെ ആവശ്യമുണ്ട്. സ്നേഹം മാത്രം മതിയോ? ഒരു ജോലിയും വേണ്ടേ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ചേട്ടനെ വേർപെടുത്താൻ ഒരു ശക്തിക്കും ഏൽപ്പിച്ചു കൊടുക്കരുതേ. മോളെ നിമ്മി, നീ എത്ര ആത്മീയ തീഷ്ണതയുള്ളവളാ. ഈ അനിയത്തിക്കുട്ടിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ: ലക്ഷ്യം തെറ്റിപ്പോകരുത്. ജോലി തന്ന് ചേട്ടനെ സമ്പന്നനാക്കാനല്ല ദൈവത്തിന്റെ ലക്ഷ്യം, മറിച്ച് ചേട്ടനെ നിത്യതയിൽ എത്തിക്കാന്നുള്ളതാണ്. ശരി ഏട്ടാ, എന്നാ ഞാൻ ഫോൺ വെക്കുക. ശരി എന്നാ. വല്ലാത്ത ഇലപൊഴിച്ചിലാണല്ലോ. ചേട്ടത്തി, പാല്. ക്ലാരയോ? എന്താടി പാല് വൈകിയല്ലോ? കെട്ടിയും കുടിച്ചിട്ട് വന്നിട്ട് രാത്രി ഭയങ്കര ബഹളമായിരുന്നു. വൈകിയാണ് കിടന്നത്. രാവിലെ എഴുന്നേൽക്കാനും താമസിച്ചു. എടി ക്ലാരെ, ഞാൻ നിനക്ക് തന്ന ബൈബിളും പുസ്തകമൊക്കെ വായിക്കാറുണ്ടോടി നീ? എവിടെയാ നേരം? ഒന്നിനൊരു സമയം കിട്ടുന്നില്ല. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ഞാൻ പോവാ. അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഇവള് എന്നാ ചെയ്യൂ ആവോ. അച്ചായ, ഞാൻ ആരാധനയ്ക്ക് പോവാ കേട്ടോ. പ്രസംഗത്തിന് മുമ്പെങ്കിലും അങ്ങ് വന്നേക്കണേ. 2 മണിക്കൂർ മുമ്പ്. പള്ളിയുടെ താക്കോൽ നിന്റെ കയ്യിലല്ലേ, നീ പോ. എന്തായാലും ഞാൻ വന്നേക്കാം. ഇച്ചിരി അല്പം താമസിച്ചാണ്. ഇത് പള്ളിക്കഞ്ഞിയുള്ള ദിവസമല്ലേ. മറിയാമേ, നീ പോ. എനിക്ക് വഴിയൊരുക്ക്. ഇത് ഞാൻ എന്നാ പറഞ്ഞൊരു തമാശ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഇങ്ങനെ വാട്ട പരുവത്തിലിരുന്നാലേ കർത്താവ് വന്നാ പോകത്തില്ല. മറിയാമേ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് ഒന്ന് ഉണരണം. കർത്താവ് വരുന്നതിന് മുമ്പെങ്കിലും ഉണർന്നേക്കണേ. ചേട്ടത്തിയേ, മുട്ടിനെന്താ ഒരു വേദന. എന്നെ മോളെ, പിന്നെ ചേട്ടത്തി എന്നോട് പറഞ്ഞിട്ടില്ലേ, വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന്. അതുപോലെ അടുത്ത ആഴ്ച ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിപ്പാൻ ഞാൻ തീരുമാനിച്ചു. സത്യമാണോ മോളെ? സത്യം മോളെ,
സ്നാനം യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നത് കൂടിയാ. ഏകീഭവിച്ചാൽ മാത്രമേ നമുക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ കഴിയൂ. സത്യം. പിന്നെ സ്നാനപ്പെട്ട മാത്രം പോരാ കേട്ടോ, കർത്താവിന് വേണ്ടി നല്ല ഉണർവൊക്കെ വേണം. തീർച്ചയായും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഉപദേശി ഉപദേശി. പ്രൈസ് ദ ലോർഡ്. മറിച്ചടത്തി പതുപോലെ രാവിലെ ഇങ്ങ് എത്തിയല്ലോ. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞതെന്നുള്ള വചനപ്രകാരം എനിക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റൂ ഉപദേശി? ഈ എരിവൊക്കെ എത്ര നാൾ ഉണ്ടാകുമോ? അവസാനം വരെ കണ്ടാ മതിയായിരുന്നു. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം സ്വർഗത്തിലെ ദൈവം കുടുംബമായി ഞങ്ങളെ വഴി നടത്തി. പ്രിയമുള്ളവരെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ഈ നാളുകളിൽ നമ്മുടെ സഭ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർത്തിരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ഒരു കാലത്ത് യേശുവിനോട് ചേർന്ന് നടന്ന പത്രോസ് ഇപ്പോൾ അകലം വിട്ട് പിൻചെല്ലുകയാണ്. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് യേശുവിനെ അകലം വിട്ട് പിൻചെല്ലരുത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉപദേശി പ്രൈസ് ദി ലോർഡ്. ഉപദേശിയുടെ ഇന്നത്തെ പ്രസംഗം എന്നെ വല്ലാതെ സ്പർശിച്ചു. പത്രോസ് യേശുവിനെ അകലം വിട്ട് അനുഗമിച്ചതുപോലെയായിരുന്നു എന്റെ അനുഭവം. അതിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം. എനിക്ക് ഉണരണം ഉപദേശി. ആയിക്കോട്ടെ, ദൈവം സഹായിക്കട്ടെ. ചേട്ടത്തി, ഈ സഭയിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള വിശ്വാസി ചേട്ടത്തിയാ. ചേട്ടത്തിയുടെ ഉണർവ് എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. മോളെ, എനിക്ക് ഈ വയസ്സാം കാലത്താ ഉണർന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയത്. എന്നാ നീ അങ്ങനല്ല കേട്ടോ. ഇപ്പോഴേ കർത്താവിന് വേണ്ടി ഉണർന്നങ്ങ് പ്രവർത്തിക്ക. ശരി കേട്ടോ. പോട്ടെ ഉപദേശി. നമുക്ക് ഭവന സന്ദർശനത്തിന് പോയാലോ ഉപദേശി? ഈ നട്ടുച്ചയ്ക്കോ? ഈ നട്ടുച്ചത്തെ വെയിലുണ്ട മനുഷ്യൻ വാടി കരിഞ്ഞു പോകും. നമുക്ക് വൈകുന്നേരം പോവാം. ഈ സൂര്യന്റെ വെയിലേറ്റ് വാടിക്കരിഞ്ഞാലും നീതി സൂര്യനായ നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ ഇരുണിറൊക്കെ മാറില്ലേ ഉപദേശി? എന്നാ ശരി, നമുക്ക് അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോവാം. കൊയ്ത്തിനായും വയൽ വിളഞ്ഞു കിടക്കുമ്പോൾ വേല തേക്കുന്ന ഉപദേശി എന്റെ ആഹാരം. ഈ ഉണർവല അവസാനം വരെ കാണണം കേട്ടോ. ഈ അടുത്തേ എന്റെ ദൈവമേ, എനിക്കൊരു ജോലി തരണേ. എന്നെ നീ അനുഗ്രഹിച്ച ഞാൻ നിനക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ കർത്താവേ. ഞാൻ നിനക്ക് വേണ്ടി കറക്റ്റായി ദശാംശം തരാൻ ദൈവമേ. കർത്താവേ, എനിക്കൊരു ജോലി താ ദൈവമേ. Yes, ma'am. Okay. Yes, ma'am. May I come in? Yes. I am Abhi. I got an appointment with your GM.
Ma'am, one Mr. AB is here. He wants to meet you. Okay, ma'am. Please wait there. താങ്ക്സ്. കർത്താവേ, ഞാൻ ഉദ്ദേശിച്ച ശമ്പളം തന്നെ എനിക്ക് കിട്ടണേ. കൃത്യമായിട്ട് ദശാംശം ഞാൻ അങ്ങേക്ക് തന്നോളാമേ. ഉറപ്പായിട്ടും കർത്താവേ. Okay, ma'am. Yes. Mr. AB, GM is calling you. Now you can meet her. വേർ ഇസ് ക്യാബിൻ? This way. താങ്ക്സ്. Yes, ഐ ആം എബി. please be seated. താങ്ക് യു. ദിസ് ഈസ് മൈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്. Well, Abby, you have already passed our online interview, and the board of directors have decided to make you part of our company. Your starting salary will be 450 KD. Look, Mr. Abby, our company expects 100% loyalty and sincerity from you. യെസ് മാം, ഐ വിൽ ഡു ഫുൾ ജസ്റ്റിസ് ടു ദ ജോബ്. Okay, all the best. Wish you good luck. താങ്ക്സ്. മറിയാമേ, എഴുന്നേക്ക്, മണി 4 പ്രാർത്ഥിക്കാം. എഴുന്നേക്ക്, മണി 4. ഇത്ര പെട്ടെന്ന് അങ്ങ് നേരം വെളുത്തോ? യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. മറിയാമേ, ഇതെന്താണ്? എന്തു പറ്റി? പഴയ ആത്മീയ ദീക്ഷ ഇപ്പൊ കാണുന്നില്ലല്ലോ. പണ്ട് എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളല്ലേ? എനിക്ക് എന്താന്നറിയില്ല ചാക്കോച്ചായ, എന്തോ ഒരു മടുപ്പ് പോലെ. ഞാനേ അടുക്കളയിലോട്ടൊന്ന് ചെല്ലട്ടെ. ചേട്ടത്തി, ആ, പാല് അവിടെ വെച്ചേക്കടി. ചേട്ടത്തി, ആ, ചേട്ടത്തി പറഞ്ഞ കാര്യങ്ങളിൽ ചിലതൊക്കെ സത്യമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എനിക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാടി ഒരു പക്ഷേ? ആഭരണം ഊരാൻ എന്റെ കെട്ടിയോ സമ്മതിക്കില്ല. ശോ, അത് കഷ്ടായിപ്പോയി. എടി, ഈ ഒരു പട്ട് സാരി ഉടുത്തോണ്ട് വന്നാലും വേണ്ടില്ല. പക്ഷെ ആവരണം ധരിച്ചോണ്ട് അത് ശരിയാത്തില്ലടി. ആഭരണം ഒരു പാപമാണോ ചേട്ടത്തി? പാപമായിരുന്നെങ്കിൽ കർത്താവും ശിഷ്യന്മാരും അത് ധരിക്കരുതെന്ന് പറയില്ലായിരുന്നോ? ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിക്കുകയും ചെയ്യുന്നവരല്ലേ നിങ്ങൾ? എടി, നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. വിശുദ്ധിയും വേർപാടും വേണമെങ്കിലേ ആവരണം ധരിക്കാൻ പാടില്ലെന്നാ ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്നത്. നീ എന്നാ വേണം ചെയ്യും? ഒരു വിശുദ്ധിയും വേർപാടും. പറമ്പിലെ പുല്ല് പോലും പറിക്കാൻ സമ്മതിക്കത്തില്ല ഈ തള്ള. വയസ്സായെന്ന് വിചാരിച്ച് എനിക്ക് ചെവിയാക്കാൻ പറ്റായികയൊന്നുമില്ല. അതേടി, ഞാൻ നിനക്ക് പറമ്പിലെ പുല്ലൊക്കെ ഇപ്പൊ തരാം. മറിയാമേ, രാവിലെ എവിടെയെല്ലാം അന്വേഷിച്ചു. എവിടെയാ ഇത്? ചാക്കോച്ചാനെ രാവിലെ തന്നെ മാങ്ങയിട്ട് മീൻകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആരാനുഭവാ നീ മാങ്ങ പറിച്ചോണ്ടിരിക്കുക? ഓ, എത്ര പേരാ രാവിലെ ആരാധനയ്ക്ക് വരുന്നത്? ഒട്ടുമിക്ക ആൾക്കാരും താമസിച്ചാ വരുന്നത്. പിന്നെ നമുക്ക് മാത്രമാണ് ഇത്ര പ്രത്യേകത. സഭ നമ്മളെ മാത്രമാണോ? നമുക്ക് മാത്രം ഉണർവുണ്ടായ പോരല്ലോ, എല്ലാവർക്കും കൂടെ വേണ്ടേ? പണ്ടത്തെ ആരാധനയുടെ സന്തോഷം ഇപ്പൊ ഇല്ലെന്നേ. സ്റ്റേജിൽ കയറി നിന്ന് പിള്ളേരുടെ തകർപ്പ പ്രകടനങ്ങളല്ലേ. ഈ ആരാധന ലീഡ് ചെയ്യുന്ന പിള്ളേര് എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട്? എത്ര പേർക്ക് വിശുദ്ധിയും വേർപാടുണ്ട്?
പിള്ളേരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ മാതാപിതാക്കന്മാർ തമ്മിൽ മത്സരമല്ലേ? ഇപ്പോഴത്തെ പാട്ട് കേട്ടാലോ, കരയണോ ചിരിക്കണോ എന്നറിയാതെ മരവി ചിരിക്കാനേ പറ്റുള്ളൂ. കൃപയുടെ പേരും പറഞ്ഞ് നടക്കുകയല്ലേ ഒരു കൂട്ടര്. ഇപ്പോഴൊക്കെ സഭയെ നയിക്കുന്നത് ജഡമാണോ പരിശുദ്ധാത്മാവാണെന്ന് ആർക്കറിയാം? എല്ലാം ഒരു യാന്ത്രികമായി പോയോന്നൊരു സംശയം. എടി മറിയാമേ, നാം ഏത് കാലഘട്ടത്തിലായാലും ഓരോരുത്തന്റെ ഹൃദയത്തിലെ ദൈവം കത്തിച്ചൊരു വെളിച്ചമുണ്ട്. അത് കെട്ടുപോകാതെ സൂക്ഷിക്കുക. ദാനിയേലോ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് നീ സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. മറിയാമ്മ ചേട്ടത്തി, ഇപ്പോൾ നേരത്തെ പോലെ ആരാധനയ്ക്കൊന്നും കാണുന്നില്ലല്ലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് എന്തെല്ലാം പണി കഴിഞ്ഞിട്ടാ ഓടി വരുന്നു. ഒന്നിനങ്ങ് സമയം കിട്ടുന്നില്ലെന്നേ. കൊച്ചുമക്കൾക്കും ചാക്കോച്ചായനും ഒക്കെ ആഹാരം ഉണ്ടാക്കണം, കന്നുകാലിക്കൊക്കെ തീറ്റ കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓടി വരാൻ പറ്റുമോ? ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. ഹലോ ഹലോ, എബിച്ചേട്ടാ, ഞാനാ നിമ്മി. ആ മനസ്സിലായി. നീ എല്ലാ ആഴ്ചയും വിളിക്കാറില്ലല്ലേ? വെള്ളിയാഴ്ചത്തെ ആരാധനയൊക്കെ അനുഗ്രഹമായിരുന്നോ? ആരാധനയ്ക്ക് പോകാൻ എവിടെയാ സമയം? എല്ലാ ദിവസവും വളരെ ബിസിയാ. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാനുള്ള ബന്ധപ്പാടില്ല. ഓ അത് ശരി. ഇതിനേക്കാളും നല്ലത് ഇവിടെ വല്ല ചെറിയ ജോലിയും ചെയ്ത് ജീവിക്കുന്നതായിരുന്നു. നീ എന്താ ഈ പറയുന്നേ? അമ്മയുടെ ചികിത്സയ്ക്ക് പണം വേണ്ടേ? വീടിന്റെ വർക്ക് തീർക്കണ്ടേ? നിന്നെ കെട്ടിച്ചു വിടണ്ടേ? പിന്നെ ഒരു ഭാവി എനിക്കും വേണ്ടേ? എല്ലാം വേണം, പക്ഷെ കർത്താവിനെ കൂടാതെ ഒന്നും നമുക്ക് വേണ്ട. ഒരു 5 വർഷം കൊണ്ട് എല്ലാ പ്രശ്നവും തീരും. അതുവരെ ഒരു രക്ഷയില്ല മോളെ നിമ്മി. ഈ 5 വർഷത്തിനുള്ളിൽ കർത്താവ് വന്നാ ചേട്ടൻ നഷ്ടപ്പെട്ടു പോയാ പിന്നെ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഓ പിന്നെ 5 വർഷത്തിലുള്ളപ്പോ കർത്താവ് വരാൻ പോയല്ലേ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറിയാമേ എഴുന്നേക്ക്. മറിയാമേ എഴുന്നേക്ക്. മറിയാമേ പ്രാർത്ഥിക്കാം. എന്താ മറിയാമേ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? എഴുന്നേക്ക്. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നു? കർത്താവേ സ്തോത്രം, സ്തോത്രം. എന്റെ ദൈവമേ സ്തോത്രം, സ്തോത്രം. കർത്താവേ കൃപ, കർത്താവേ ഞങ്ങളോട് കരുണ കാണിക്കണേ. കർത്താവേ നിന്റെ സ്നേഹമോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. കർത്താവേ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചല്ലോ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചല്ലോ ദൈവമേ. അതിനായി സ്തോത്രം, 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 സ്തോത്രം. ചായ ഷുഗറൊക്കെ കുറച്ച് കുറയ്ക്കണം കേട്ടോ, ഇത്തിരി കൂടുതലാ. എടാ ജോയലെ, അമ്മച്ചിയുടെ ചട്ടയും തേച്ചു വെച്ചേ. ശരി അമ്മച്ചി. അതേ, നമ്മുടെ തെക്കേതിലെ ഔസേപ്പച്ചന്റെ മോടെ കല്യാണം എന്ന് അവര് വലിയ കാര്യത്തിന് വന്ന് വിളിച്ചതാ. എനിക്കിന്ന് കല്യാണത്തിന് പോയേ പറ്റൂ. നീ എന്നതാ ഈ പറയുന്നേ? ഇന്ന് ഞായറാഴ്ച കർത്താവിനെ ആരാധിക്കേണ്ട ദിവസമല്ലേ? ബൈബിൾ എന്താ പറയുന്നത്? നമ്മുടെ ആരാധനകളെ ഉപേക്ഷയായി വിചാരിക്കരുന്നല്ലേ? നീ നമ്മുടെ ആരാധനക്ക് കൂടാതെ കല്യാണം കൂടാൻ പോകുന്നു. നിനക്ക് കർത്താവിനേക്കാളും ഇഷ്ടം കല്യാണമാ? ഞാൻ ഇന്ന് എന്നതായാലും ആരാധനയ്ക്ക് പോകുന്നില്ല. ആ ഉപദേശം ഉള്ളിടത്തോളം കാലം ഞാൻ ആരാധനയ്ക്ക് പോകാതിരുന്നാലോ എന്ന് ചിന്തിക്കുക. അതിൽ ഉപദേശിച്ച് നിന്നോട് എന്താ ചെയ്തേ? കുത്തിപ്രസംഗമല്ലേ? മാനപൂർവ്വം എനിക്കിട്ട് കുത്തുന്നല്ലേ? എടി മറിയാമേ, കോഴി കട്ടവന്റെ തലയിലെ പപ്പിരിക്കൂ.
അവനല്ലേ ഇതൊക്കെ തപ്പി നോക്കുകയുള്ളൂ. ദൈവവചനത്തെയും കർത്തൃ ശുശ്രൂഷകരെ കീഴ്പ്പെടുവാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ഇത് വല്ലതും പറയുമോ? അച്ചായ, നമ്മുടെ വിശ്വാസി ശോശാമയില്ലേ, ഏഷ്യണിയുടെ പാഷാണം. ഏറ്റവും മുമ്പിലിരുന്ന് അവളുടെ ഒരു കൊട്ടും പാട്ടും. മറ്റു വിശ്വാസികളോട് എന്നെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളാ പറഞ്ഞുണ്ടാക്കിയെന്നറിയോ? എനിക്കതൊക്കെ കാണുമ്പോൾ തേക്കെട്ടി വരിക. നിന്റെ പോരാട്ടം മുഴുവൻ ശോശാമയോട് ഉപദേശിയോട് ആയോ? നീ ആരോടാ? സാത്താനോട് പോയിട്ട് സാത്താന് ജയിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ ഒടുവിലേ സങ്കടപ്പെടേണ്ടി വരും. മോനെ ജോയലെ, നീ വേറെ റെഡിയാ, നമുക്ക് ആരാനക്ക് പോവാം. ഇനി ഞാൻ വരുന്നില്ല അപ്പച്ച, ബിക്കോസ് എനിക്ക് നാളെ എക്സാം ഉണ്ട്. കൊച്ചുമോനാ, പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ജനിപ്പിച്ച പാരന്റ്സിന്റെ മുഖം പോലും കാണുന്നുണ്ടെന്ന് സംശയ. ഇവരുടെ പാട്ട് തന്നെ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കൂടി അറിയാൻ വേണ്ടിയാ ഞാനിത് പറയുന്നേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും മൊബൈലത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയതു ഇന്റർനെറ്റ് അത്രേ. Abby, do you know why I have called you to my cabin? I have no idea. Yeah, I have a pleasant surprise for you. Our company have decided to give you a hike with a promotion. Your salary will be 650 KD. And you are going to lead the team. Well, it's my great pleasure. Abby, you have to take more responsibility and work hard. Now the company demands more of your time. Sure, I promise to do my very best. Okay. Thank you. Wish you all the best. Thanks. എന്താ പപ്പ മുഖത്തൊരു വാട്ടം പോലെ? ഒന്നും പറയണ്ട മോളെ, ഞാൻ എത്ര നാളായി ഒരു ഉപദേശിയായിട്ട്. സ്വന്തമായിട്ട് ഇതുവരെ ഒരു കാറോ വീടോ ഒന്നുമില്ല. എത്ര ഉപദേശിമാരാ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പോകുന്നത്. പണത്തിന് പുറകെ പോയ കേസയുടെ കുഷ്ഠം നമുക്കും വരണോ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലേ? മോളെ, നിന്നെ ഞാൻ എങ്ങനെ കെട്ടിച്ചു വിടും? ദൈവം കരുതും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കരുതിയില്ല. പപ്പ, ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഇനി കരുതിയില്ലെങ്കിലും സ്തോത്രം. ഞാൻ ഈ അതിവിശുദ്ധനാകാൻ പോയതായി എനിക്ക് പറ്റിയ തെറ്റ്. ഇച്ചിരി സാമർത്ഥ്യമൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചാലും എലക്ഷൻ ഒരു സീറ്റ് ഒപ്പിക്കണം. എന്താടാ നീ ചർച്ചിലൊന്നും പോയില്ലേ? ഹോ, ചർച്ച്, പ്രാർത്ഥന, വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോലും സമയമില്ല. എടാ, ഞാൻ ആ പറഞ്ഞ മൂവി കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ആകെ ഒരു സ്മെല്ല്? ഹോ, ജോലിയുടെ ഒരു ടെൻഷനും പിന്നെ പ്രമോഷന്റെ ഒരു പാർട്ടിയും. ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരല്പം. നിനക്കിതൊക്കെ നിഷിദ്ധമാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത്. എടാ, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു തികഞ്ഞ ആത്മീകനാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ ആ മൂവി ഇട്. നീ ഇരിക്ക്. എടാ, നാട്ടിൽ നിന്നാടാ. ഇത് നാട്ടിൽ നിന്ന് പെങ്ങളാ. ഒരു മിനിറ്റ്. ഹലോ നിമ്മി. ചേട്ടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ചേട്ടനെ കുറിച്ച് ഓർത്തിട്ട് എനിക്കെന്തോ ഒരു സങ്കടം. ചേട്ടൻ ഇപ്പൊ ഇരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്ക. നിമ്മി മോളെ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാധ്യതകളും തീരും. അതിനുശേഷം ചേട്ടൻ ഫ്രീ ആവും. പിന്നെ കർത്താവിന് വേണ്ടി ഫുൾ ടൈം ഇറങ്ങി പ്രവർത്തിക്കാനാ ചേട്ടന്റെ ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് സിനിമ, നാളെ പിക്നിക്, അടുത്ത മാസം എബി ഒരു സ്പിരിച്വൽ മാൻ. അതിനുള്ള അവസരം ദൈവം ചേട്ടന് തരട്ടെ. ഞാൻ വെക്കാ ഫോൺ. ഓക്കെ. ഓ, പിന്നെ ഇപ്പൊ എന്ത് പ്രാർത്ഥിക്കാനാ? പോയിരുന്നു സിനിമ ആണോ? മറിയാമോ,
ഇന്ന് പ്രാർത്ഥനയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? എന്റെ ചാക്കോച്ചായ ആ ടോമി സിന്ധുവിനെ കേട്ടത്തില്ലെന്നേ. അതിന് നമ്മുടെ എവിടെ ടോമി സിന്ധുവിനെ കെട്ടാനുള്ളത്? എന്റെ മനുഷ്യനെ, ഞാൻ ആ സീരിയലിലെ കാര്യ പറഞ്ഞത്. സീരിയലിലെ കാര്യം ഓർത്താ നീ കരയുന്നത്? ബൈബിൾ എന്താ പറയുന്നത്? നീയും നിന്റെ തലമുറയോർത്ത് കരയുവാനാ. മാത്രമല്ല, മലകളെ എന്റെ മേൽ വീഴുവിൻ എന്ന് പറയുവാൻ പോകുന്ന കാലം വരുന്നു. ആ സമയത്താ നീ ഇവിടെ ഇരുന്ന് സീരിയലും കണ്ടിരുന്ന് കരയുന്നത്? ഓ വയ്യ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. അപ്പ മറിയാമോ, ടോമി സിന്ധുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മറിച്ച് നമ്മുടെ ആത്മമണവാളനാകുന്ന ക്രിസ്തു നമ്മെ വേളി ചെയ്താൽ മതിയായിരുന്നു. കർത്താവേ, എനിക്ക് ഉറക്കം വരുന്നു. കർത്താവേ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ആമേ. സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വം. എന്നാലും ടോമി സിന്ധുവിനെ കെട്ടിയില്ലല്ലോ. ചാത്തിയൻ. എന്റെ മൂടും പോയി. ഇനി നാളെ ആയാലും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലും. 1 കൊരിന്ത്യർ 15:52 പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ലൂക്കോസ് 17:34 ആ രാത്രി 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ച് ഒടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. പ്രിയ സ്നേഹിത, കർത്താവിനെ എതിരേൽക്കുവാൻ താങ്കൾ ഒരുക്കപ്പെട്ടുവോ? ഈ മനുഷ്യൻ എന്തേ രാവിലെ എവിടെ പോയി? ചാക്കോച്ചായ, 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 ഇത് എവിടെ പോയി ഇത്ര രാവിലെ? ചാക്കോച്ചാനും പിള്ളേരും എന്നോട് പറയാതെ ഇത് എവിടെ പോയി? ആരാ വരുന്നേ? രാവിലെ തന്നെ ഉപദേശിയാണല്ലോ ഓടി വരുന്നേ. മറിച്ചെടുത്തി, മറിയാമച്ചെടുത്തി, എല്ലാം പോയി, എല്ലാം പോയി. ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ പറ്റിയേ? കർത്താവ് വന്നു, എന്റെ ഭാര്യ മക്കളും എല്ലാം എടുക്കപ്പെട്ടു. എന്നാ ഈ പറയുന്നേ? ഞാൻ കൈവിടപ്പെട്ടു പോയി. അയ്യോ അയ്യോ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൈവിടപ്പെട്ടു പോയല്ലോ. ഉപദേശി എന്നാ ഈ പറയുന്നേ? അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ഇത് ഓർക്കാനേ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. എന്റെ ചാക്കോച്ചാനും പിള്ളേരും. മറിയാമോ, ടോമി സിന്ധുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മറിച്ച് നമ്മുടെ ആത്മമണവാളനാകുന്ന ക്രിസ്തു നമ്മെ വേളി ചെയ്താൽ മതിയായിരുന്നു. ചേട്ടത്തി, ചേട്ടത്തി,
അല്ല മറിയച്ചേടത്തിയേ, ഇതെന്നാ പറ്റി? രാവിലെ തന്നെ മുഖം മാടിയിരിക്കുന്നല്ലോ. ചാക്കോച്ചനും പിള്ളേരും ഒക്കെ എന്തിയേ? അവർക്ക് എന്തേലും പറ്റിയോ? ആഹാ, നിങ്ങളെ പാസ്റ്ററും ഉണ്ടല്ലോ. രാവിലെ തന്നെ എന്നാ പറ്റി എല്ലാവർക്കും? എന്റെ എൽദോയെ, ഞാൻ നിന്നോട് പറയാറുള്ളത് പോലെ കർത്താവ് വന്നു ഉണർന്നിരുന്നവരെയും കൊണ്ട് പോയേ. എന്റെ ചാക്കോച്ചാനും പിള്ളേരും എടുക്കപ്പെട്ടു. ഞാൻ കൈവിടപ്പെട്ടു പോയേ. എന്റെ അയ്യോ, എന്റെ അയ്യോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഞാൻ വലിയ ഭക്തനൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടമാകുന്നു. എന്തൊരു പുകിലായിരുന്നു ഇവിടെ. കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും അങ്ങ് വിശുദ്ധരാകണം. എല്ലാവർക്കും അങ്ങ് വേർപാട് വേണം. ഹോ, എന്നാ എല്ലാവർക്കും ഉണർവ് വേണം. എന്തായിരുന്നു? കർത്താവ് വന്നു പോയി. കഷ്ടം കഷ്ടം. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. എൽദോ, ശവത്തെ കുത്താന്ന് പോകുന്നുണ്ടോ? മറിയച്ചേടത്തിയേ, വെള്ളവസ്ത്രവും ധരിച്ച് കാതിലേം കഴുത്തിലേം പറിച്ചു നടന്ന മറിയച്ചേടത്തി ഇത് എന്നാ പറ്റി? വിശുദ്ധിയും വേർപാടും ഒക്കെ ആവശ്യമുണ്ടായിരുന്നതല്ലേ? വിശുദ്ധിയും വേർപാടും ഒക്കെ പുറമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഹൃദയത്തിൽ ഇല്ലാണ്ട് പോയി. ഒരു 10 രൂപയുടെ കമ്മലിന്റെ കാര്യം പറഞ്ഞാ നിങ്ങൾ എന്റെ രക്ഷ നഷ്ടപ്പെടുത്തിയത്. ദണ്ണം കൊണ്ട് പറയുക കേട്ടോ, നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല. എന്നാടാ നീ വിളിച്ച് ഓടി വരാൻ പറഞ്ഞേ? എന്നാ പറ്റിയടാ? എടാ റജി, കർത്താവ് വന്നടാ. ഞാൻ കൈവിടപ്പെട്ട് പോയടാ. എടാ, എന്റെ ലിമ്പി അമ്മ എല്ലാം എടുക്കപ്പെട്ടടാ. ഞാൻ കൈവിടപ്പെട്ട് പോയടാ. കർത്താവ് ഇനിയും വരില്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോവാടാ. പൊട്ട. എടാ റജി, ജോലിയിൽ എനിക്ക് പ്രമോഷൻ ഒത്തിരി കിട്ടി. പക്ഷെ സ്വർഗരാജ്യത്തിൽ കർത്താവ് എന്നെ ടെർമിനേറ്റ് ചെയ്തടാ. ഇനി എന്ത് പ്രമോഷൻ? എല്ലാം തിരികെ വരാതെ എന്നെ കൈവിട്ട് പോയടാ. ഉപദേശി, നമ്മുടെ സഭയിലെ ആ ഏഷണിക്കാരി ശോശാമ എടുക്കപ്പെട്ടോ? അവരാലയത്തിന് മുമ്പിൽ തല തല്ലിക്കരയോ? പോകാത്തവര് എത്ര പേരുണ്ടെന്ന് ഇനി എണ്ണം എടുക്കണം. പിന്നെ നമ്മുടെ അടുത്തുള്ള സഭയിലെ മിക്ക ഉപദേശിമാരും എടുക്കപ്പെട്ടു. അവർക്കൊന്നും ആത്മീയമില്ലാന്ന് വിചാരിച്ച ഞാനൊരു മണ്ടൻ. കർത്താവിനെ നോക്കാതെ മറ്റുള്ളവരെ നോക്കി ജീവിച്ച് എന്റെ ആത്മീകം ഞാൻ തന്നെ നശിപ്പിച്ച ഞാനും ഒരു മണ്ടി. ഉപദേശം, എനിക്ക് തെറ്റു പറ്റിപ്പോയി. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉപദേശിയോടും മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയമായിരുന്നു എന്റേത്. മറിയമ്മച്ചേടത്തി സഭയിൽ നിന്ന് എങ്ങനെ പുറത്താക്കണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു ഞാൻ. മാത്രമല്ല, എൻ്റെ മകളെ ഒരു അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോകണമെന്ന് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കാൾ ഏറെ ഞാൻ AC കാറും ബംഗ്ലാവും ഒക്കെ സ്വപ്നം കണ്ടു. കർത്താവ് വന്ന ഉപദേശി പോകത്തില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ ഞാൻ പോകുമെന്നാ വിചാരിച്ച്. മറിയച്ചേടത്തി പോവില്ലാന്ന് എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. അതുകൊണ്ടാ ഒരു ഫോൺ കോള് പോലും ചെയ്യാതെ ഞാൻ നേരെ ഇങ്ങ് ഓടി വന്നത്. ഉപദേശി, നമുക്ക് തമ്മിൽ എന്ത് പോരാട്ടം. കൃപയുടെ വാതിലടഞ്ഞില്ലേ? ബൈബിൾ എത്ര സത്യമാ. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും.
ഹായ്, എൻ്റെ പേര് സനീഷ് പോൾ. ഞാൻ കേരളത്തിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നു. ഈ സ്കിറ്റിൽ എബി എന്ന കഥാപാത്രത്തെ നിങ്ങൾ കണ്ടുവല്ലോ. എബിക്ക് ദൈവം കുവൈറ്റിൽ നല്ലൊരു ജോലി കൊടുത്തു. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം എബിയെ ഉയർത്തി. തൻ്റെ ജീവിതത്തിൽ അവന് ഒത്തിരി പ്രമോഷൻസ് ലഭിച്ചു. എന്നാൽ ഇതെല്ലാം നൽകി തന്ന ദൈവത്തെ എബി പിന്നീട് മറന്നു. തൻ്റെ ആത്മീക ജീവിതം എബി ഒട്ടും തന്നെ ശ്രദ്ധിച്ചില്ല. എബിയുടെ അവസാനം എന്തായിരുന്നുവെന്ന് ഈ സ്കിറ്റിൽ നിങ്ങൾ കണ്ടുവല്ലോ. ഏറെ സാമ്പത്തികമായ നന്മകളും അവൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. എന്നാൽ ഈ സമ്പത്ത് നിന്ന ദൈവത്തെ ഒരു സമയത്തിൽ എബി മറന്നുപോയി. പിന്നീട് കർത്താവ് വന്നപ്പോൾ എബി കൈവിടപ്പെടുന്നു. എനിക്ക് യങ്സ്റ്റേഴ്സായ നിങ്ങളോട് പറയുവാനുള്ളത്, ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മൾക്ക് നല്ലൊരു ജോലി ലഭിക്കാം, ഒരുപക്ഷെ ജോലി ലഭിച്ചില്ല എന്നും വന്നേക്കാം. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ മറക്കരുത്. സ്വർഗരാജ്യത്തിൽ നാം ഒരിക്കലും ടെർമിനേറ്റഡ് ആകരുത്. ഗോഡ് ബ്ലസ് യു. ഞാൻ അവതരിപ്പിച്ച മറിയച്ചേടത്തിയുടെ കഥാപാത്രത്തെ നിങ്ങൾ കണ്ടല്ലോ. എന്തുകൊണ്ടാണ് മറിയച്ചേടത്തി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നഷ്ടപ്പെട്ടു പോയത്? തൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ആരംഭം വളരെ എരിവും തീഷ്ണതയുമുള്ളതായിരുന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ പല കാരണങ്ങളാലും പല സാഹചര്യങ്ങളാലും തൻ്റെ ആത്മീക ജീവിതത്തിന് മങ്ങൽ സംഭവിച്ചു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. മറിയച്ചേടത്തിക്കുണ്ടായ ഈ ദുരനുഭവം എനിക്ക് ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടും ഭയത്തോടും കൂടിയാണ് ഞാൻ ഈ കഥാപാത്രം ചെയ്തത്. നിങ്ങൾക്കും ഈ ദുരനുഭവം ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാ വാതുക്കൾ മുട്ടുന്ന നമ്മുടെ പ്രിയന്റെ ശബ്ദം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ആ സ്കിറ്റ് വാച്ച് ചെയ്തെന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് മുമ്പ് ചില സഹോദരങ്ങൾ അവരുടെ ജീവിതാനുഭവത്തോട് ചേർത്ത് ആത്മീയ സന്ദേശങ്ങൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവല്ലോ. ദൈവം ഞങ്ങൾക്ക് തന്ന കഴിവനുസരിച്ചുള്ളൊരു ചെറിയ ശുശ്രൂഷയാണ് ഞങ്ങൾ ആ പിക്ചറിലൂടെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചത്. വലിയ ടെക്നിക്കൽ പെർഫെക്റ്റ് ഒന്നും അതിൻ്റെ അകത്തില്ല. എങ്കിലും ഞങ്ങളുടെ വലിയ ആഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ പതിയണമെന്നുള്ളതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്കൊരായുസേ ഉള്ളൂ. ആ ആയുസ് വളരെയധികം പ്രയോജനകരമായി തീരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രയത്നങ്ങളെല്ലാം പ്രയത്നിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു ഇന്നേക്ക് 2014 വർഷങ്ങൾക്ക് മുമ്പ് വന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പറഞ്ഞ് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തേണ്ടതായ ആവശ്യമില്ല. അത് സത്യമായ കാര്യമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് തന്നെ പ്രവചിച്ച കാര്യമാണ് യേശുക്രിസ്തു വരുമെന്നുള്ളത്. അങ്ങനെ യേശുക്രിസ്തു വന്നിട്ട് ഇപ്പോൾ 2014 വർഷങ്ങളായി. എന്നാൽ യേശുക്രിസ്തു ആദ്യമായി ഭൂമിയിൽ വരുന്നതിന് മുൻപ് തന്നെ യേശുക്രിസ്തു വന്ന് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിൽ പോയിട്ട് തിരികെ വരുമെന്നുള്ള കാര്യവും കൂടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ഇനിയും ഒരു പ്രാവശ്യവും കൂടി വരും. അപ്പോൾ യേശുക്രിസ്തു ഒരിക്കൽ വന്നു, ഇനി ഒരിക്കൽ കൂടെ വരും. യേശുക്രിസ്തു എന്തിനാണ് ഇനി വരുവാൻ പോകുന്നത്? അതാണ് നാം വളരെയധികം മനസ്സിലാക്കിയാൽ മാത്രം പോരട്ടോ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുവാൻ ഈ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ നടുവിൽ നാം അതിനുവേണ്ടി ഒരുങ്ങണമെന്നുള്ള ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ അധ്വാനങ്ങൾ ദൈവസന്നിധിയിൽ നടത്തുന്നത്. അത് വലിയ പ്രയോജനമായി തീരുമെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരി, സഹോദര, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിലയേറിയ സമയത്തെയാണ് ഞങ്ങൾ ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നത്. കർത്താവ് ഒരിക്കൽ വന്നു, ഇനി ഒരിക്കൽ കൂടെ കർത്താവ് വരും. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനാ കർത്താവ് ഇനി വരാൻ പോകുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, 10 കന്യകമാർ കർത്താവായ മണവാളനായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, 5 പേര് ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു എന്നാണ് പറയുന്നത്.
ഇപ്പൊ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമുക്കിതിനകത്ത് ഏത് കൂട്ടത്തിലായിരിക്കാനാണ് താല്പര്യം? ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലാണോ ബുദ്ധിയില്ലാത്തവരുടെ കൂട്ടത്തിലാണോ? രണ്ടുപേരും ഒരുങ്ങുകയാണ്, പക്ഷേ ഒരു കൂട്ടർ ബുദ്ധിയോടെ ഒരുങ്ങുന്നു, മറ്റൊരു കൂട്ടരെ ബുദ്ധിയില്ലാതെ ഒരുങ്ങുന്നു. അപ്പോൾ ആത്മീകമായിരിക്കുന്ന ബുദ്ധിയാണ് ദൈവം ഇവിടെ വിവക്ഷിക്കുന്നത്, അല്ല ലോകപരമായിരിക്കുന്ന ബുദ്ധിയല്ല. ദൈവം എന്തു പറഞ്ഞോ അത് സംശയം കൂടാതെ വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് യഥാർത്ഥമായി ബുദ്ധിയുള്ളവർ. യേശുക്രിസ്തു ഒരു കാര്യം നമ്മളോട് പറഞ്ഞെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് അതൊന്നും സംഭവിക്കത്തില്ല, അതൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞത്, മനുഷ്യന് ഒരു മതഭക്തി ഉണ്ടാകാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സംഗതികളാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാം ഇതിനകത്ത് ഒഴിയരുത്. കാരണം സകലത്തെയും സൃഷ്ടിച്ചവൻ നമ്മൾക്ക് വേണ്ടി മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ കടന്നു വന്ന യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. യേശു പറഞ്ഞു, നാം ഈ കാണുന്നതെല്ലാം ഒരു ദിവസം നമ്മെ വിട്ട് കടന്നു പോകും. ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമായിട്ടുള്ള, ഇതെല്ലാം നശ്വരമാണ്. അനശ്വരമായിരിക്കുന്ന ഒന്ന് പ്രാപിപ്പാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇങ്ങനെയില്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? താങ്കൾ ഒരുപക്ഷെ വിശ്വസിക്കുന്നില്ലായിരിക്കും ഇനിയൊരു ഭൂമിയില്ല, ഇനിയൊരു ഭരണമില്ല, ഇനിയൊരു സ്വർഗമില്ലെന്ന്. പക്ഷെ ഈ പ്രാർത്ഥനക്കകത്തുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രാജ്യം വരും. ജനകോടികൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രാജ്യം വരുമെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ രാജ്യം ഇവിടെ നിന്നും മാറ്റപ്പെടണം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ? അതുകൊണ്ട് യേശു എന്ത് പറഞ്ഞുവോ അതനുസരിക്കുന്നവർ മാത്രമേ ആ രാജ്യത്ത് കാണുകയുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വരും. എങ്ങനെ വരും? പെട്ടെന്ന് വരും. പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മിന്നൽ പുറപ്പെടുന്നത് പോലെ യേശു ക്രിസ്തു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, യേശു പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരും. കള്ളനൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞതുപോലെ യേശു പറഞ്ഞു, ഞാൻ വരും. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയേ മതിയാകത്തുള്ളൂ. അപ്പോൾ യേശുവിന്റെ വരവിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി സംഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് 2 പേർ കിടക്കയിലായിരിക്കും, ഒരാളെ കൈക്കൊള്ളും, മറ്റൊരാളെ ഉപേക്ഷിക്കും. വേറെ ഭാഗത്ത് പറയുന്നു, അന്ന് 2 പേർ പൊടിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റൊരുത്തിയെ ഉപേക്ഷിക്കും. അത് കഴിഞ്ഞ് വേറെ ഭാഗത്ത് പറയുന്നു, 2 പേർ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അതെന്താ ഈ ഉപേക്ഷിക്കാൻ കാരണം? അതിന് ആൻസർ ഈസ് വെരി സിമ്പിൾ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എൻ്റെ വചനങ്ങൾ കേട്ട് പാറമേൽ വീട് പണിയുന്നവനാണ് ബുദ്ധിയുള്ളവൻ. 5 കന്യകമാർ ബുദ്ധിയുള്ളവരായിരുന്നു. അപ്പോൾ നമ്മൾ ആത്മീയ വിഷയമായിട്ട് ബൈബിൾ എന്താ പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് പല നിലയിലുള്ള ബുദ്ധികൾ മനുഷ്യനുണ്ട്. പക്ഷെ അതൊന്നും ദൈവസന്നിധിയിൽ വിലയുള്ളതല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ചാണ് ദൈവം പറയുന്നത് ബുദ്ധിയുള്ളവരെന്ന്. അങ്ങനെയെങ്കിൽ നാം ഈ വിഷയത്തിൽ വളരെയധികം ബുദ്ധി പ്രാപിക്കേണ്ടവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, മുടിയൻ പുത്രന്റെ കഥ. വാസ്തവത്തിൽ മുടിയൻ പുത്രൻ എന്നുള്ളതല്ല അങ്ങനെ പറയുന്നത്, മറിച്ച് അവിടെ പറയുന്നത് എ ലോസ്റ്റ് സൺ, നഷ്ടപ്പെട്ട ഒരു മകനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൻ്റെ ഭവനത്തിൽ ഇളയ മകനായിട്ട് വളർന്നു. പക്ഷേ അങ്ങനെ ആ അപ്പൻ്റെ കീഴിൽ വളരുവാൻ താല്പര്യമില്ലാതെ തനിക്കുള്ള സ്വത്തും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വളരെ ദൂരെയുള്ള ദേശത്ത് പോയതായി കാണുന്നു. അവിടെ തൻ്റെ സമ്പാദ്യമെല്ലാം നശിപ്പിച്ചു, ദുർനടപ്പിൽ തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ താൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ചു. അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്, തനിക്ക് സുബോധം വന്നു എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ലോകമോഹങ്ങൾക്കനുസരിച്ച് ദുർനടപ്പിലോ ലോകത്തിലെ കൂത്തുകാഴ്ചകളിലോ ഒന്നും മുന്നോട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്ന. അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് കടന്നു വരുമ്പോഴാണ് ബൈബിൾ പറയുന്നത് അവന് സുബോധം വന്നെന്ന്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള ഒരു ജീവിതമല്ല ദൈവം തന്നിരിക്കുന്നത്. ദൈവ ഇഷ്ടപ്രകാരം ജീവിപ്പാനാ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്. ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലൊക്കെ താമസിച്ചിട്ട് സ്വർഗത്തിൽ പോയി എന്നുമെന്നേക്കും ജീവിക്കാമെന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ദൈവം എന്തു പറഞ്ഞോ അതനുസരിക്കുന്നവരെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുടിയൻ പുത്രന് സുബോധം വന്നതുപോലെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ദൈവ ഇഷ്ടം ചെയ്യുവാൻ മടങ്ങി വരുന്നവരെയാണ് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്.
വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുമ്പന്മാർ പിൻപന്മാരാകും, പിൻപന്മാർ മുമ്പന്മാരാകുമെന്ന്. ദൈവരാജ്യത്തിൽ നാം ഒട്ടും പുറകോട്ട് പോകരുതെന്നാണ് എൻ്റെ വീക്ഷണം, എൻ്റെ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ പുറകോട്ട് പോയാലും ദൈവരാജ്യ വിഷയമായി പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, സ്നേഹത്തോടെ വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവരാജ്യത്തിൽ നാം മുൻപന്തിയിൽ തന്നെ നിൽക്കണം. അപ്പോൾ 1, യേശു വന്നു. 2, യേശു ഒരിക്കൽ കൂടെ വരും. 3, യേശു എന്തിനാ വരുന്നത്? തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. അങ്ങനെയെങ്കിൽ നാം ഇതിനോടുള്ള ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടത്? 1, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം വേണം. എന്തോ മാനസാന്തരം? മനസ്സിന് വരുന്ന അന്തരം. അതെന്തോ മനസ്സിന് വരുന്ന അന്തരം? ആ നഷ്ടപ്പെട്ട മകന്റെ കാര്യം പറഞ്ഞല്ലോ. ആ നഷ്ടപ്പെട്ട മകൻ, ആ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ എനിക്ക് അവനെ തിരികെ കിട്ടിയെന്നാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നും അകന്ന, പ്രാർത്ഥിക്കാതെ, ബൈബിൾ വായിക്കാതെ, ദൈവമുഖം അന്വേഷിക്കാതെ നടക്കുന്നവനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ മരിച്ചുപോയെന്നാണ്. ചിലപ്പോൾ അവൻ വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം, അവൻ വലിയ കാറിലായിരിക്കും സഞ്ചരിക്കുന്നത്, അവൻ വലിയ കൊട്ടാരത്തിലായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ആ വ്യക്തി ദൈവം മുമ്പാകെ മരിച്ചുപോയെന്നാണ്. അതുകൊണ്ട് മനസ്സിന് ഒരന്തരം വരണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം. ശിക്ഷ, നരകം, ആ നരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ നമ്മൾ പ്രാപിക്കണം. അതിന് രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരണം. അടുത്തത് കർത്താവ് പറഞ്ഞു, സ്നാനപ്പെടണം. എന്ത് ഈ സ്നാനം? സ്നാനം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു മതത്തിലോട്ട് ചേരാനൊന്നും അല്ലട്ടോ. സ്നാനം എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാ. യേശു ഈ ഭൂമി ജനിച്ചെന്നുള്ളതും ജീവിച്ചെന്നുള്ളതും മരിച്ചെന്നുള്ളത് ചരിത്ര സംഭവമാണ്. അതെല്ലാവർക്കും അറിയാമെന്ന്, ഏത് മനുഷ്യനും അറിയാം. അറിവ് രക്ഷിക്കത്തില്ല, അറിവ് നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരണം. കണ്ടോ, സ്നാനം എന്ന് പറഞ്ഞാൽ മരിക്കുക, അടക്കപ്പെടുക, ഉയർത്തെഴുന്നേൽക്കുക. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്നു എന്ന് എൻ്റെ പ്രവൃത്തി മുഖാന്തരം വെളിപ്പെടുത്തുന്നതാണ് സ്നാനം. കേട്ടോ, എൻ്റെ കൂടെ വരാനോ എൻ്റെ വേറെ സഭയിൽ പോകാനുള്ള ഉദ്ദേശമൊന്നുമല്ല കർത്താവ് ഇത് പറഞ്ഞേ. കർത്താവ് ഈ ഭൂമിയിൽ ഒരു സഭയും സ്ഥാപിച്ചിട്ടില്ല, കർത്താവിന് ഒരു മതവുമില്ല. ഇത് സ്വയ ഇഷ്ടപ്രകാരം നമ്മുടെ കർത്താവിനെ, നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിൻ്റെ ആ സ്നേഹത്തെ പ്രതി നാം ദൈവത്തെ പിൻപറ്റുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധി പറഞ്ഞ് സത്യത്തിൻ്റെ പാതയിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഇത്രയും മാത്രം പോരെ കേട്ടോ, ഒരു സെപ്പറേഷൻ, ഒരു വേർപാട് നമുക്ക് വേണം. നാം ഈ ലോകത്തിനു വേണ്ടി ജീവിക്കാനുള്ളവരല്ല. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നാം ദൈവത്തിനു വേണ്ടി ജീവിച്ചെങ്കിലേ നിത്യത പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അടുത്തത്, നമുക്കൊരു വിശുദ്ധ ജീവിതം, ഒരു ഹോളി ലൈഫ് വേണം, ഒരു പ്രെയർഫുൾ ലൈഫ് വേണം, ഒരു ഫെലോഷിപ്പ് വേണം, ഒരു ഹോളി കമ്മ്യൂണിയൻ വേണം, കൂട്ടായ്മ വേണം, അപ്പം നുറുക്കു വേണം, പ്രാർത്ഥന വേണം, വിശുദ്ധ ജീവിതം വേണം. ഇതൊന്നും ഒഴിവാക്കി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ. ഞാൻ സ്കിറ്റിലേക്ക് കടന്നു വരട്ടെ. നിങ്ങൾ അതിൻ്റെ അകത്ത് നെഗറ്റീവും പോസിറ്റീവായിട്ടിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ കണ്ടു. ഒത്തിരി പേര് വളരെ നല്ല താല്പര്യത്തോടുകൂടെ ആരംഭിച്ചവരെ, പക്ഷേ അവരുടെ പര്യവസാനം വേദനാജനകമായിരുന്നു. എന്നാൽ ചിലർ, അവരുടെ തുടക്കം വളരെ മോശമായിരുന്നു, പക്ഷേ അവരുടെ പര്യവസാനം വളരെ മനോഹരമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ജീവിത തിരക്കിനിടയിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കുകയാണ്, താങ്കളുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്താണ്? ഇന്നേക്ക് 50 വർഷങ്ങൾ കഴിഞ്ഞാൽ താങ്കൾ എവിടെയായിരിക്കും? സ്തോത്രം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഒരിക്കൽ കൂടെ ചോദിക്കുക, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ യേശുവിനെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? വെറും വാക്കുകൾ കൊണ്ടാണോ അതോ പ്രവൃത്തികൾ കൊണ്ടാണോ? മറക്കരുത്, ഒരു സ്വർഗം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ നാം പുറങ്കാലുകൊണ്ട് തട്ടിക്കളയരുത്. ഇപ്പോഴേ നാം തീരുമാനിക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഈ കേരളത്തിൽ ജീവിക്കാൻ ആധാർ വേണം, ID കാർഡ് വേണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഈ കേരളത്തിൽ സാധിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ കേരളത്തിലെ കാര്യമല്ല ഞാനീ പറയുന്നത്. സ്വർഗരാജ്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ ബൈബിൾ പറഞ്ഞത് മുഴുവനും നാം അനുസരിക്കണം. നിങ്ങൾ കണ്ടല്ലോ ആ എബി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ.
താൻ എന്ത് നല്ല ആരംഭമായിരുന്നു, ജോലി കിട്ടാൻ വേണ്ടിയും ആ ജോലി കിട്ടുന്നതിനുള്ള ബന്ധം എന്തെല്ലാം ഭക്തിയും പ്രാർത്ഥനയും കണ്ണീരൊക്കെ ഒഴുകി. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ബൈബിൾ വായനയില്ല, ലോക താല്പര്യങ്ങളും മുഴുകിപ്പോയി. ഭൂമിയിൽ തനിക്ക് ഒത്തിരി പ്രമോഷൻ കിട്ടി, പക്ഷെ ദൈവരാജ്യത്തിൽ താൻ ടെർമിനേറ്റഡ് ആയിപ്പോയി. മറിയച്ചേർത്തിയുടെ കാര്യം കണ്ടല്ലോ, എന്തോ ഒരു ഉണർവായിരുന്നു, എന്തൊരു എരിവായിരുന്നു. പക്ഷെ സമയത്തിൻ്റെ നീക്കത്തിൽ ലോകമയത്തം മുഴുവനും ആ മറിയച്ചേർത്തിയെ ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ ഒരു ഉപദേശിയെക്കുറിച്ച് നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹം ഉപദേശിയാണ്. ഞാൻ ഉപദേശിമാരെ കാട്ടടച്ച് വെടിവെക്കുകയല്ല കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയേ, ചിലവർക്ക് ആത്മീയ കാര്യങ്ങളെക്കാൾ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളാണ് താല്പര്യം. അങ്ങനെ ഒരിക്കലും വരരുത്. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, ആ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി വില കൊടുത്ത് തന്നെ നാം ദൈവത്തെ സേവിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ദൈവസന്നിധിയിൽ നമ്മുടെ ആരംഭം നല്ലതായിരിക്കട്ടെ, അതിനേക്കാൾ മേത്തരമായിരിക്കട്ടെ നമ്മുടെ അവസാനവും. ഞാൻ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ വിനീതമായി ഓർപ്പിക്കുകയാണ്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയെങ്കിൽ ആ യേശുക്രിസ്തുവിന് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് ജീവിച്ചുകൂടാ? ഈ ഒരൊറ്റ ആയുസ് നമുക്ക് ഈ ഭൂപ്പരപ്പിലുള്ളൂ. അത് ദൈവത്തിന് വേണ്ടി ഭംഗിയായി ചെലവിടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കൃപയാൽ സഹായിക്കുമാറാകട്ടെ. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.